ഇനിയിപ്പോ പുതിയ മോഡൽ ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ക്ലച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദാഹരണം പറയാം. അപ്പുറത്തെ സഹോദരിമാരില്ലേ, എന്നാ സന്തോഷമാണ്, ഒരു കൂടി ഉണ്ടാകുമ്പോൾ സന്തോഷം. നമ്മളെ വയറ് കണ്ട് ശരിക്കും ഫലപ്പെടും. അതുകൊണ്ടാണ് ഒരു കൂട്ടിന് പറഞ്ഞു വല മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ, നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഭാഗമല്ലേ. എന്ത് സഹോദരിമാരെ, ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിലോ മറ്റോ ഒക്കെ നിക്കാഹ് നടക്കാണ്, ഒരു ചെറുപ്പക്കാരൻ നിക്കാഹ്. ആ നിക്കാഹ് നടക്കുമ്പോ സഹോദരിമാരെ സംബന്ധിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഒരുക്കിയ മറയുടെ പടം കണ്ടില്ലേ, മറയുടെ അപ്പുറത്ത് നിക്കാഹിനെ അവർ സാക്ഷ്യം വഹിച്ചു, ദുആഇന് ആമീനൊക്കെ പറഞ്ഞു, ഭക്ഷണം കഴിച്ച് തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല. അതേ സമയത്ത് പുരുഷന്മാരിരിക്കുന്ന ഒരു സൊഫിന്റെ ഇപ്പുറത്ത് മുഖാമുഖമായിട്ടോ പിന്നിലോ നേരെയൊക്കെ ഇരുന്നാലോ അത് വിദഗ്ധാണ്, അത് ഇബ്തിദാഅാണ്. ദീനിൽ ഇതുവരെ കാണാത്ത ഒരു സംസ്കാരം പുതുതായിട്ട് എവിടുന്നോ ഒരു നിക്കാഹിൽ സൽക്കാരത്തിൽ ഇപ്പം കണ്ടു. ഇപ്പം കുറച്ച് പെണ്ണുങ്ങളോട് മറ്റുള്ളവർക്ക് പറഞ്ഞു, നിങ്ങൾ അവിടെ വന്നിരുന്നോളൂ. ഒരു മൊയിലേര് സ്വീപ്പാക്കുകയാണെങ്കിൽ ആ മൊയിലേര് പറഞ്ഞാക്കണം, വേറെ മൊയിലേര് കൊണ്ട് നിക്കാഹിന് ഒരു മൊയിലേര് വേണമെന്നില്ല. അത് വലിയ ഇപ്പുറത്ത് സബ്ജത്ത് കാണും, മറ്റേ ആൾക്ക് കബിൽത്തൊന്നും പറയാൻ കിട്ടിയാണ്, നടുവിലൊരാൾ ആവശ്യമൊന്നുമില്ല. ഇത് ചെല്ലണത് അങ്ങോട്ടും കൊണ്ട് മാറിപ്പോയിട്ട് ഭർത്താവ് വലിയും മറ്റേ ആള് തോറ്റു ആകണ്ടെന്ന് കരുതിയിട്ടാണ്, മാറിപ്പോകണ്ടെന്ന് കരുതിയിട്ട് ഒരു സഹായത്തിനാണ് ചൊല്ലി കൊടുക്കുന്നത്. സൽക്കാരങ്ങൾക്ക് സ്ത്രീകൾക്ക് അവിടെ സൗകര്യം ഉണ്ട് എന്ന് പറഞ്ഞാലും കുറച്ച് പുതിയ യുഗത്തിൽ പിറന്ന പുതിയ പടപ്പുകളായ സ്ത്രീകൾ, അങ്ങനെ പറയാൻ നല്ലപോലെ ബഹുമാനിച്ചുകൊണ്ട് പുതിയ പടപ്പുകളായ ഒരു തരം സഹോദരിമാരും ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെ അവിടെ വ്യത്യാസമൊന്നുമില്ല, ഇവിടെ എന്തുണ്ടെന്നാണ്, അവിടെ സ്വാതന്ത്ര്യം, അങ്ങനെ അവിടെ ഫ്രീഡം ഉണ്ട്, ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഇവിടെ പ്രശ്നമൊന്നുമില്ല. ആരെയും പ്രശ്നം ഉണ്ടാക്കിയാല് വിഭാഗീയതന്റെ പേര് കേസ് കൊടുക്കും, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. സഹോദരിമാരെ, നിങ്ങളിൽ ഒരാളെ ശ്രമം കൊണ്ടും അങ്ങനത്തെ ഒരു വിദേഹത്തൊരു സൽക്കാരത്തിനും ഉണ്ടാക്കിയെടുക്കരുത്.